ദൈവമുണ്ടോന്നോ? ദൈവം ഉണ്ടോന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട്, ഇല്ലാത്തവർക്ക് ദൈവമില്ല. എന്റെ വിശ്വാസപ്രകാരം ദൈവം ഇല്ല. ഇല്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിരുന്നോ? അതൊക്കെ അറിയില്ല. മതത്തില് തീരെ വിശ്വസിക്കുന്നില്ല. ഞാൻ മനുഷ്യനല്ല, അത്രേ ഉള്ളൂ. എല്ലാരും മനുഷ്യരായി കാണും. സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ ദൈവമാണ്. അല്ല. അപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാ? അപ്പൊ സൃഷ്ടാവ് വേറെ ഉണ്ടോ? അല്ലെങ്കിൽ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണോ? സയൻസ് വരാം തനിയെ ഉണ്ടായി. ബിഗ് ബാങ്കിലൂടെ സിംഗുലാരിറ്റിയിലൂടെ ഉണ്ടായി. പക്ഷെ ഈ പറഞ്ഞ ദൈവം ഏതാ? അത് ഞാൻ വിശ്വസിക്കുന്നതാണ്. വിശ്വാസപ്രകാരം ഒരു ദൈവം അങ്ങനെയാണോ? യൂണിവേഴ്സ് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അത് മതത്തിലൂടെയുള്ള ദൈവമാണ്? അല്ല, ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. ദൈവമുണ്ട്. എങ്ങനെയുള്ള ദൈവമുള്ളത് നമ്മുടെ ലോകത്തിന്റെ ഏക സൃഷ്ടി എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏക സൃഷ്ടി ദൈവം. അതാണ് യേശുക്രിസ്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മൂന്ന് ദൈവം, ഒറ്റ ദൈവം. അത് ആത്മാവ്, ഒറ്റ ദൈവം. അതാണ് അതെല്ലാം കൂടിയിട്ടുള്ള ഒരു ദൈവം. ആ ദൈവമാണ് ഈ കാണുന്ന പ്രപഞ്ചം, ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയേക്കുന്നത് അല്ലെ? അങ്ങനെയാണ്. ഭൂമി ആകാശം ദൈവത്തിനുള്ളതും ഭൂമി മനുഷ്യർക്കുള്ളതും. ആകാശം ദൈവത്തിനുള്ളത്. ആകാശത്തിൽ പോയ ദൈവത്തിനെ കാണാൻ പറ്റും. അത് നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തതപ്പെടുത്തണം, മനസ്സൊന്ന് കളങ്കപ്പെടുത്തണം. അതായത് ദൈവത്തിനോടുള്ള അടുപ്പോ സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രം ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും. ഭൂമി ദൈവത്തിന് കാണാം. അതേ മനുഷ്യ മക്കൾ ഇപ്പോഴും നമ്മളൊരു കാലം മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചല്ല, നമ്മുടെ കഴിവല്ലത്. അത് നമ്മുടെ കാലം മുന്നോട്ട് വെക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒരുക്കി കൊണ്ട പാത നല്ലതായിരിക്കണം. ദൈവത്തിനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിൽ ഞാനത് കാണുന്നുണ്ട്. മനസ്സിൽ കാണുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, നമ്മള് പ്രാർത്ഥിക്കണമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ദൈവത്തെ, ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ അല്ലാഹനെ വിശ്വസിക്കുന്നത്. ഈ എല്ലാ മതത്തിലും ഒരു ദൈവമാണെന്നാണ്. എല്ലാ മതത്തിലും ഒരു ദൈവമാണ്. തന്റെ വിശ്വാസപ്രകാരം അല്ലാഹ് എന്ന് വിളിക്കുന്നു അല്ലെ? അറബിയിൽ അല്ലാഹ്, മലയാളത്തിൽ ദൈവം എന്നാണ് അർത്ഥം അല്ലെ? 5 നേരം നിസ്കരിക്കും, ആ ദൈവത്തോട് പ്രാർത്ഥിക്കും, കാര്യങ്ങളെല്ലാം ദൈവം വിളിച്ചിരും അല്ലെ? ദൈവമുണ്ടോ? ദൈവമുണ്ട്. എന്തുകൊണ്ടുണ്ടെന്ന് പറഞ്ഞു? നമ്മള് ദൈവവിശ്വാസി ആയതുകൊണ്ട്. ദൈവത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പഠിക്കുമ്പോൾ എന്തോ ഉത്തരവ് കിട്ടുന്ന അവസാനം? ദൈവം ഉണ്ടെന്നുള്ളൊരു ഉത്തരവ്. ഇല്ല എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഏതാ? ദൈവം ഇല്ല എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ അത്തരം വിശ്വാസങ്ങളെ പേറുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. ഒരു ചേട്ടൻ വിശ്വസിക്കുന്ന ദൈവം മതത്തിലെ ദൈവമാണ്. അപ്പൊ ചേട്ടന്റെ മതത്തിലെ ദൈവം മാത്രമാണ് ശരി എന്നൊന്നുമില്ല. ഈശ്വരൻ സ്രാഷ്ടാവ് ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ ദൈവമാണ്. ഒരേ ദൈവം. വിശ്വാസങ്ങൾ പലതാണ്. സൃഷ്ടിച്ചേക്കുന്ന ഒരാളാണ് ഈ പ്രപഞ്ചത്തിൽ മൊത്തം സൃഷ്ടിച്ചേക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പരിണാമത്തിൽ വിശ്വസിക്കുന്നത് ഇല്ല. സയൻസ് നമ്മൾ സയൻസ് പരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും വിശ്വാസത്തെ നമ്മൾ കോർത്തിണക്കി ചിന്തിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് അത്ര കണ്ട് പരിണാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. സയൻസിൽ പരിണാമത്തെ അംഗീകരിക്കുക ഇല്ല. പരിണാമത്തെ നമ്മൾ പഠിച്ചു എന്നുള്ളതല്ലാതെ ഒരു ദൈവമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എല്ലാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവമുണ്ടോ? ദൈവമുണ്ടോന്ന് ചോദിച്ചാൽ ദൈവമില്ല. എന്തുകൊണ്ടില്ല എന്ന് പറയാൻ കാരണം? അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരായിരിക്കും? അങ്ങനെയുള്ള ചോദ്യങ്ങളെ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ ചോദ്യം തെറ്റാണ്. ദൈവം ഉണ്ടോന്ന് സൃഷ്ടാവുണ്ട്, പക്ഷെ അത് ദൈവമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളുണ്ട്. അത് ഒരാളാണോ? അതിന് ആളൊന്നല്ല, അത് അതിന്റെ ഒരു പ്രക്രിയയിൽ അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. ആ ആളാണ് മനുഷ്യരൊക്കെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്? ആയിരിക്കില്ല, അതൊക്കെ അതിന്റെ ഒരു പ്രക്രിയയായിട്ട് പോകണം, അത്രേ ഉള്ളൂ. പ്രക്രിയയായിട്ട് പരിണാമത്തിലൂടെ പോകണമെന്നുള്ളൂ. അല്ലാതെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്കൊരു ആർക്കും ഒരു തെളിവില്ല. അത് ദൈവം ഉണ്ടെന്ന് തെളിവില്ല, ഇല്ലെന്ന് തെളിവില്ല. ഇത് ഒരു നമ്മള് വിശ്വസിക്കാൻ പോലെ ഒരു സംഗതിയായിട്ട് അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. ദൈവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
10,000 ദൈവങ്ങളുണ്ട്. ദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട് ദൈവം. ഉണ്ടെന്ന് ഞാനും വെച്ചാൽ ദൈവമാണ്. ചിലർക്ക് ഞാൻ ദൈവമാ. ഞാനൊരാളെ നല്ല രീതിയിൽ സഹായിച്ച അവന് ഞാൻ ദൈവമാ. അല്ല, സൃഷ്ടാവുന്ന രീതിയിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ല. ചേച്ചി, ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ ഉണ്ടെന്ന് പറയാൻ കാരണം? ഇത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോ നമുക്കത് അനുഭവപ്പെടാറുണ്ട്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മനസ്സിൽ കണ്ടിട്ടുണ്ടോ? മനസ്സിൽ കണ്ടിട്ടുണ്ട്. ദൈവം മറ്റൊരാളുടെ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ? അതില്ല. അതില്ല. ഒരു വിശ്വാസം. 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 ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? വേണ്ട. എല്ലാവർക്കും ഒരേ ദൈവമാണ്. അതെ. ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. അതെ. ആ ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം സഫലിച്ചു തരും അല്ലെ? അതെ. ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചത് ആ ശക്തിയാണ്. അതെ. ആണോ? ദൈവം ഇല്ലായിരുന്നെങ്കിലോ? ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുണ്ടാവുക? ഭൂമിയിലുണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല അല്ലെ? അതെ. ഇവിടെ ചേച്ചി വിശ്വാസം എങ്ങനെയാ? ദൈവത്തിന് വിശ്വാസമുണ്ട്. ഏത് വിശ്വസിക്കുന്നു? എല്ലാ ദൈവത്തിനും എനിക്ക് നല്ല വിശ്വാസമാണ്. ദൈവം നമുക്ക് എന്തായാലും ദൈവം ഉണ്ട്, അത് ഉറപ്പാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടന്നിരിക്കും. നടന്നിരിക്കും. നടത്തി തന്നിരിക്കും. നടത്തി തന്നിരിക്കും. അതെനിക്ക് നല്ല ധൈര്യം ഉണ്ട്. എങ്ങനെയാണ് ദൈവം? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണോ? ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതെ. വിശദീകരിച്ച് പറയുക കോൺസെപ്റ്റ്. എങ്ങനെയാണ് ദൈവം? നമുക്ക് ദൈവത്തിന്റെ പല പല ടൈമിലും നമുക്ക് അതിനനുസരിച്ച് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്ന ജീവിതത്തിൽ എവിടെയും ദൈവം ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ട്. പല പ്രാവശ്യം ഇടപെട്ടു. പല പ്രാവശ്യം രക്ഷകനായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ കുട്ടിക്കോ? ദൈവമുണ്ട്. ദൈവം ഇടപെട്ടിട്ടുണ്ടോ? പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണോ? പള്ളിയിലും പോകാൻ പറ്റും. ഉണ്ടല്ലോ. ഏതാ? പോയായിരുന്നു? ഞങ്ങള് ഇല്ല, പോയിട്ടില്ല. എങ്ങനെയുള്ള ദൈവം ഉള്ളത്? ഒരു വിശ്വാസം, വിശ്വാസപ്രകാരം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവത്തെ കാണുന്നുണ്ട്. അത് പറ്റൂല. അത് പറ്റൂല. പറ്റൂല. പ്രപഞ്ചം പിന്നെ എങ്ങനെ ഉണ്ടായത്? നമ്മള് ജീവിച്ചിരിക്കണ എങ്ങനെ? നിങ്ങള് ജീവിച്ചിരിക്കണ എങ്ങനെ? ഞാൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ദൈവം എന്ന് പറഞ്ഞ ആള്. നാളെ ഇപ്പൊ വഴിയിലിരിക്കണ പെട്ടെന്ന് വണ്ടി കയറി പോണ്, തലയിൽ വരച്ചേക്കണാണ്. നമ്മളിങ്ങോട്ട് വിട്ടപ്പോ നമ്മളത് പറഞ്ഞേക്കണ കാര്യങ്ങളാണ്. എന്ന് മരിക്കും, എങ്ങനെ മരിക്കും എന്നുള്ളത്. അല്ലാണ്ട് കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ട് മരിക്കുന്ന, പണം ഇല്ലെങ്കിലും മരിക്കും. മരണം എപ്പോഴും ഉറപ്പാണ്. നമ്മള് അത് അതാ പറഞ്ഞു. നമ്മുടെ ഒരു മനസ്സ്, നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു ഇതുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു ശക്തി ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ശക്തി ഉണ്ടെന്ന്. മതത്തിലുള്ള ദൈവം എങ്ങനെയാണ്? മതത്തിലെ ദൈവം നമ്മൾ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ നമ്മള് ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ക്രിസ്ത്യ മതങ്ങൾ പഠിക്കണം. മുസ്ലിങ്ങളുടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഒറ്റ ദൈവമുള്ളൂ. ഒരു ശക്തിയുണ്ട്, അത്രേ ഉള്ളൂ. എന്റെ അറിവിലില്ല. എന്താ താങ്കളുടെ അറിവിലില്ല? മറ്റുള്ളവരുടെ അറിവിലുണ്ടോ? ഞാനങ്ങനെ അറിഞ്ഞൂടോ. അപ്പൊ ദൈവം ഇല്ല. ഉണ്ടാവാം, ഇല്ലായിരിക്കാം. ആജ്ഞേയവാദിയാണ്. അതെ. ഉണ്ടാവും, ഉണ്ടാവാതിരിക്കും. യെസ്.